കൊല്ലം അയത്തിൽ ജംഗ്ഷനിൽ പേരിലെ വ്യത്യസ്തത കൊണ്ട് ആരെയും ആകർഷിക്കുന്ന ഒരു ഹോട്ടലുണ്ട്. ഹോട്ടൽ പഞ്ചായത്ത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി അടുത്ത ബന്ധമാണ് ഈ ഹോട്ടലിനുള്ളത്. കൊല്ലംകാർക്ക് പഞ്ചായത്ത് ഹോട്ടൽ കിട്ടിയ കഥ കേൾക്കാം. കുറച്ചുകാലം പിന്നിലേക്ക് പോകണം. 1988-89 കാലത്തെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്. കോൺഗ്രസ് പ്രവർത്തകനായ ഗോപാലകൃഷ്ണപിള്ളയ്ക്ക് വടക്കേവിള പഞ്ചായത്തിലെ 14ാം വാർഡിൽ നിന്ന് മത്സരിക്കാൻ ആഗ്രഹം തോന്നി. നേതൃത്വത്തോട് കാര്യം പറഞ്ഞു. ഗ്രൂപ്പ് പിന്തുണ കുറഞ്ഞതുകൊണ്ടോ എന്തോ സീറ്റ് നൽകാൻ നേതൃത്വം തയ്യാറായില്ല. തോറ്റുകൊടുക്കാൻ തയ്യാറല്ലായിരുന്ന ഗോപാലകൃഷ്ണപിള്ള സ്വന്തം വീട് തന്നെ പഞ്ചായത്താക്കി. ബോർഡും വെച്ചു ഹോട്ടൽ പഞ്ചായത്ത്. ആ പ്രയാസം ബുദ്ധിമുട്ട് കാരണം പാർട്ടി പ്രവർത്തനം നിർത്തിവെച്ച് ഇങ്ങനെ ഹോട്ടൽ തുടങ്ങിയപ്പോൾ എനിക്ക് ആഗ്രഹം ഹോട്ടൽ പഞ്ചായത്തിന് പേരിട്ടാൽ കൊള്ളാമെന്ന്. അങ്ങനെ ഹോട്ടൽ പഞ്ചായത്തിന് പേരിട്ട് ഇന്ന് ഹോട്ടൽ പഞ്ചായത്തിൽ സ്വയം പ്രഖ്യാപിത പ്രസിഡന്റായി ഗോപാലകൃഷ്ണപിള്ള ജീവിതം ആസ്വദിക്കുകയാണ്. ഇനിയൊരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അവസരം ലഭിച്ചാൽ എന്തു ചെയ്യുമെന്ന ചോദ്യത്തിന് ഗോപാലകൃഷ്ണപിള്ളയുടെ മറുപടി ഇതാണ്. അതിനുള്ള പ്രായം കഴിഞ്ഞുപോയി, 72 വയസ്സ് കഴിഞ്ഞുപോയി. ഇനിയിപ്പോൾ അങ്ങനെയുള്ള ചിന്തയില്ല. കൊല്ലം കോർപ്പറേഷൻ ആയതോടെ വടക്കേവിള പഞ്ചായത്ത് ഇല്ലാതായി. എന്നാൽ കാലത്തെ അടയാളപ്പെടുത്താൻ വടക്കേവിളക്കാർക്ക് ഹോട്ടൽ പഞ്ചായത്ത് ലഭിച്ചത് ചരിത്രത്തിന്റെ കാവ്യനിധിയായി. ഇതാണ് കൊല്ലംകാർക്ക് ഒരു പഞ്ചായത്ത് ഹോട്ടൽ ലഭിച്ചതിന്റെ കഥ. ഇനിയൊരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ബാല്യം അവശേഷിക്കുന്നില്ലെങ്കിലും ഗോപാലകൃഷ്ണപിള്ള ഹാപ്പിയാണ്. ക്യാമറാമാൻ ഷിജു ചവറയ്ക്കൊപ്പം ഉമേഷ് ബാലകൃഷ്ണൻ, റിപ്പോർട്ടർ, കൊല്ലം.